രാജ്യമാകെ തരംഗമായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യ പരസ്യ പ്രതിഷേധം ഇന്ന് ഡൽഹിയിൽ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദറിലാണ് സമരം. അമേരിക്കയിലെ ബോസ്റ്റണിൽ നിന്ന് യാത്ര തിരിച്ച പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ രാവിലെ 8 മണിയോടെ ഡൽഹിയിലെത്തും. എന്നാൽ സമരത്തിന് അനുമതി തേടിയിട്ടില്ല എന്ന നിലപാടാണ് ഡൽഹി പോലീസിന് ഇക്കാര്യത്തിലുള്ളത്. ഗൗതം ആമ്രകുഞ്ചം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗൗതം, ഇത് വളരെ പെട്ടെന്ന് ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്, സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന പ്രസ്ഥാനം കോക്രോച്ച് ജനതാ പാർട്ടി. പക്ഷേ വളരെ പ്രമുഖരുടെയൊക്കെ പിന്തുണയോടെ തന്നെ ഇപ്പോൾ സമരമുഖത്തേക്ക് കിടക്കുന്നു. ഡൽഹിയിലാണെങ്കിൽ ഇന്ന് നടക്കാനിരിക്കുന്ന സമരത്തിന് SFIയും AESFും ഐസയും അടക്കമുള്ള സംഘടനകളൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യവുമൊക്കെ ഉണ്ട്. എന്താണ് വിശദാംശങ്ങൾ? പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് ഒരു വലിയ സമരം, അതായത് വിവിധ ആളുകളുടെ, വിവിധ സംഘടനകളുടെ, വിവിധ നേതാക്കളുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു പ്രതിപക്ഷ സമരം എന്ന നിലയിൽ തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള സമരത്തിനാണ് കോക്രോച്ച് ജനതാ പാർട്ടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിലവിൽ ബോസ്റ്റണിൽ നിന്നും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ കൂടിയായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ 8 മണിയോടുകൂടി ഇന്ത്യയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഡൽഹിയിൽ വിമാനം ഇറങ്ങിയ ശേഷം അവിടെ നിന്നും ഈ ജന്തർ മന്ദറിലേക്ക് പോകും. അവിടെയാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി പ്രതിഷേധങ്ങൾ ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വാർത്താ സമ്മേളനം നടത്തുകയും കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പൂക്കളും പുസ്തകങ്ങളും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പതാകയും കൊണ്ടുവരണമെന്നാണ് പ്രതിഷേധക്കാരോട് അല്ലെങ്കിൽ CJP അനുഭാവികളോട്, ഈ സമരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരോട് CJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും പാടില്ല, എല്ലാ കാര്യങ്ങളും വീഡിയോ ചിത്രീകരണം നടത്തണം, റെക്കോർഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിൽ ഈ സമരത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നിലപാടുകളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അത് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണം തുടങ്ങിയിട്ടുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ CJP രൂപീകരിക്കപ്പെടുന്നത് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ളൊരു പ്രതിഷേധ കൂട്ടായ്മ എന്ന നിലയിലേക്കാണ് CJP രൂപീകരിക്കപ്പെടുന്നത്. ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയിട്ടുള്ള ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിൽ നിന്നാണ് ഈ രാജ്യത്തെ യുവാക്കളുടെ ഒരു പ്രതിഷേധ കൂട്ടായ്മ എന്ന നിലയിൽ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ രൂപപ്പെടുന്നത്. പിന്നീട് വലിയ സ്വീകാര്യത ലഭിക്കുകയും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യം കണ്ടിട്ടുള്ള വിവിധ പോരാട്ടങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള മറ്റ് ആളുകൾ, അതായത് പ്രകാശ് രാജിനെ പോലുള്ള നടൻ, പ്രകാശ് രാജിനെ പോലുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകൾ, പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ച് JNU ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ, അവർ വിവിധ സമരങ്ങൾക്ക് പിന്തുണയുമായി വരുന്നത് പോലെ CJPക്കും പിന്തുണയായി രംഗത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ നേതാക്കൾ പലരും ഈ സമരത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ CJP ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ വലിയ പ്രചാരണം നേടി സ്വീകാര്യത നേടുന്ന ഘട്ടത്തിൽ തന്നെ CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ രാജ്യത്തെ തൊഴിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് CJP ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കകത്ത് കാമ്പുണ്ടെന്നും അതിന് പിന്തുണ കൊടുക്കേണ്ട സാഹചര്യമുണ്ട് എന്നും വ്യക്തമാക്കിയിരുന്നു. നിലവിൽ അവരുൾപ്പെടെയുള്ള അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കെടുത്തേക്കുമെന്നുള്ളൊരു സൂചന നിലനിൽക്കുന്നുണ്ട്. ആനി രാജ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഒപ്പം നേരത്തെ ഹർഷൻ സൂചിപ്പിച്ച പോലെ SFIയും ഐസയും AISFും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ കൂടി ഈ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും 9 മണിയോടെയാണ് ഇത് ആരംഭിക്കുന്നത്. രാജ്യത്തെ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട്, അതായത് NDA നടത്തുന്ന എക്സാമുകളുമായി ബന്ധപ്പെട്ട്, പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസന്തുലിതമായ ഒരു അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ ക്രമക്കേടുകളുണ്ട്, അഴിമതിയുണ്ട്, വിദ്യാർത്ഥികളുടെ ഭാവി നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ചോദ്യപേപ്പറുകൾ ചോരുന്നു. അങ്ങനെ സമഗ്രമായ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയുടെ ചുമതലയുള്ള ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് ഇത്തരത്തിലുള്ള നടപടികൾ അവസാനിപ്പിക്കണം. ഇതിനെ സമൂലമായ ഒരു പരിഷ്കരണത്തിലേക്ക് പോകണം എന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം ഇന്ന് നടക്കുന്നത്. 9 മണിക്ക് സമരം ആരംഭിക്കും. ഈ സമരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആർക്കും, അതായത് ഈ സമരത്തോട് ഐക്യപ്പെടാൻ കഴിയുന്ന ആർക്കും ഇതിൽ പങ്കെടുക്കാം. ഒരു തരത്തിലുള്ള വിവേചനവും മുന്നോട്ട് വെച്ചിട്ടില്ല. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പുസ്തകം കൊണ്ടുവരണം, പൂക്കൾ കൊണ്ടുവരണം, രാജ്യത്തിൻ്റെ പതാകകൾ കൊണ്ടുവരണം. അത്തരത്തിൽ സ്നേഹനിർഭരമായി വലിയ സഹകരണത്തോടു കൂടി വേണം ഈ സമരം നടക്കാൻ എന്നത് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും CJPയുടെ സ്ഥാപകൻ കൂടിയായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ ഡൽഹിയിലെത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഡൽഹി പോലീസിനോട് ഇത് സംബന്ധിച്ചുള്ള അനുമതിയൊന്നും തേടിയിട്ടില്ല എന്നത് വസ്തുതാപരമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാൽ കൂടിയും 1000 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് ഈ സമരത്തെ, ഈ പ്രതിഷേധത്തെ നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുപോകുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുമെന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതതല യോഗം കഴിഞ്ഞ ദിവസം ചേരുകയും വേണ്ട ക്രമീകരണങ്ങൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അനുമതി തേടാത്ത പക്ഷം ഈ സമരത്തെ എങ്ങനെയായിരിക്കും പോലീസ് നേരിടുക എന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ
ഈ പ്രതിഷേധത്തെ എങ്ങനെയായിരിക്കും പോലീസ് നേരിടുക എന്ന സംബന്ധിച്ചുള്ള ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രതിഷേധം നടത്താൻ അനുമതിയില്ലാതെ പ്രതിഷേധം നടത്താൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പ്രതിഷേധം കടുത്ത നിലയിലേക്ക് പോകും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പ്രതിഷേധം നടത്തിയതിന് ശേഷം ഈ നടത്തിയ ആളുകൾക്കെതിരെ, പ്രത്യേകിച്ച് അഭിജിത്ത് ദീപക് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ സമരങ്ങൾ, CAA പ്രൊട്ടസ്റ്റുകൾ, അതോടൊപ്പം തന്നെ വലിയ സമരങ്ങൾ നടന്ന ജന്തർ മന്ദറിൽ ഇപ്പോൾ മറ്റൊരു സമരത്തിന് ഈ രാജ്യത്ത് യുവാക്കളുടെ സംഘടന അല്ലെങ്കിൽ യുവാക്കളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘം എന്ന നിലയിൽ കോക്രോച്ച് ജനതാ പാർട്ടി ആഹ്വാനം ചെയ്ത സ്വാഭാവികമായും ഗൗതം, അവിടെ ഈ ജന്തർ മന്ദറിൽ ഇങ്ങനെ ഒരു സമരം നടത്തുന്നതിന് വേണ്ട അനുമതി ഇതുവരെ തേടിയിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇങ്ങനെ വളരെ പെട്ടെന്നൊരു അനുമതി തേടി ആ ദിവസം തന്നെ സമരം ആരംഭിക്കാനൊക്കെ അനുവദിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും ഡൽഹിയിൽ ഉണ്ട് എന്ന് തോന്നുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ സമരം ആഹ്വാനം ചെയ്തിരിക്കുന്നു, അതിനപ്പുറത്തേക്കുള്ള ഒരു സാധ്യത ഇപ്പോൾ എത്രത്തോളമാണ്? പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമരത്തിന് നിയമപരമായി പ്രതിഷേധിക്കാനുള്ള അനുമതി ഇല്ല എന്നത് വസ്തുത തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ എങ്ങനെ നേരിടും, ആ സമരത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന നിയമപരമായ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതിൽ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, സമരത്തെ അനുമതിയില്ല എന്ന പേരിൽ തടയാനും അതോടൊപ്പം തന്നെ ഈ മൂവ്മെൻറ്റിനെ ഇപ്പോഴത്തെ പ്രത്യക്ഷ സമരത്തെ അവസാനിപ്പിക്കാനും കഴിയും. അല്ലെങ്കിൽ ഈ നേതാക്കൾക്കെതിരെ കേസെടുത്ത് അവരെ ജയിലിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റ് സംഘടനകൾ നിയമപരമായി തന്നെയുള്ള അസിസ്റ്റൻസ് നൽകിക്കൊണ്ട്, സഹായം നൽകിക്കൊണ്ട് അവരെ പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമായിരിക്കും. കേസ് അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ ഇതിൽ വളരെ നിർണായകമായ ചില വസ്തുതകൾ അല്ലെങ്കിൽ രസകരമായ കൗതുകരമായ ചില കാര്യങ്ങളുള്ളത്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി സജീവമായി പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നു എന്നതിന് പിന്നാലെ അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ചില ശകലങ്ങൾ എടുത്തുകൊണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടി യാതൊരു തരത്തിലും രാഷ്ട്രീയ പക്വതയില്ലാത്ത ആളുകളുടെ കൂട്ടമാണെന്നും ഈ സമരം നടക്കാൻ പോകുന്നതിന് വലിയ ട്രോളുകൾ പ്രചരിക്കുന്നുണ്ട്, വലിയ തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. പലരും ഈ സമരത്തിനിടയിൽ നുഴഞ്ഞു കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി പോലീസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയം CJP സ്ഥാപകൻ കൂടിയായിട്ടുള്ള അഭിജിത്ത് ദീപക് പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചിത്രീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച്, ക്യാമറകൾ ഉപയോഗിച്ച് ഈ പ്രതിഷേധം പൂർണ്ണമായും ചിത്രീകരിക്കണം. ഈ പ്രതിഷേധത്തിനിടയിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ അനിഷ്ട സംഭവം എങ്ങനെ ഉണ്ടായി എന്ന് സംബന്ധിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഇടപെടണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഭിജിത്ത് ദീപക് പറയുന്നത്. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അനുമതി ഇല്ലാതെ നടക്കുന്ന പ്രതിഷേധമായതുകൊണ്ട് തന്നെ നിയമപരമായി നേരിടാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിയമപരമായ ഒരു കേസിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടായാൽ അതിന് നേരിടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും, പ്രത്യേകിച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള വീഡിയോ ഡോക്യുമെന്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണമെന്നുള്ള കൃത്യമായ ബോധം ഇവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇടപെടലുകളെ ആ രീതിയിൽ പ്രതിരോധിക്കാൻ കൂടിയായിരിക്കും CJP ശ്രമിക്കുക. എന്തായാലും വലിയ പ്രതിഷേധം തന്നെ നടക്കുമെന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. നേരത്തെ തന്നെ CJPയുടെ പേരിൽ പലയിടങ്ങളിലും പ്രതിഷേധത്തിന് ആഹ്വാനങ്ങൾ നടന്നിരുന്നു. അതിനൊക്കെ തന്നെ പോലീസും ഭരണകൂടങ്ങളും ഒക്കെ പ്രതിരോധിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. കർണാടകയിൽ ഉൾപ്പെടെ അതിൻ്റെ ഉദാഹരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും യുവാക്കളുടെ ഈ കൂട്ടായ്മ, അത് നടത്താനിരിക്കുന്ന ഈ സമരം, അതൊരു പ്രതിപക്ഷ നിരയിൽ തന്നെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് തന്നെ ഒരു ദിശാബോധം നൽകുന്ന തരത്തിലേക്ക് മാറുമോ എന്നതാണ് രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുന്ന കൗതുകരമായ കാര്യം. ഒരുപക്ഷെ ഈ രാജ്യത്തെ തൊഴിൽ വിഷയവുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് യുവാക്കൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട്, അതിലെങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം എന്ന് സംബന്ധിച്ച് നമുക്ക് ഇതിലൂടെ വിലയിരുത്താനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരും. അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള ജൻസി പ്രക്ഷോഭങ്ങൾക്ക് സമാനമായി ഇന്ത്യയിൽ ഈ മൂവ്മെന്റ് മാറുമോ എന്നതും നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു പ്രതിഷേധമായിട്ടായിരിക്കും CJPയുടെ ഇന്നത്തെ സമരം ജന്തർ മന്ദറിൽ മാറുക. ഹർഷൻ, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു മധ്യവർഗ സ്വഭാവമുള്ള സമരം തന്നെയായി മാറാനാണ് സാധ്യത. ഇതും പ്രധാനമായും ഈ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ക്രമക്കേട് ആരോപണങ്ങളും ഒക്കെയാണ് ഇതിൽ ഈ ഘട്ടത്തിൽ മുദ്രാവാക്യമായി പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതിന് ബഹുജനങ്ങളുടെ സമ്പൂർണ്ണമായ ഒരു പിന്തുണ എത്രത്തോളം ആർജിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു വിശാലമായ രാജ്യത്ത്. എന്തായാലും